നിങ്ങൾ ഒരു പുതിയ വീട് വാങ്ങിക്കാനായിട്ട് നെയ്ബർഹുഡ് സെലക്ട് ചെയ്യാൻ റിസർച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് റിസർഷൻ പ്രൂഫ് ആയിട്ടുള്ള ഒരു നെയ്ബർഹുഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരു സീക്രട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഏത് സിറ്റിയിലാണെങ്കിലും ചില പോക്കറ്റ്സ് ഓഫ് നെയ്ബർഹുഡ്സ് ഉണ്ട്. അവിടെ വീട് റെന്റിനിട്ടാൽ പെട്ടെന്ന് പോകും, അല്ലെങ്കിൽ വിൽക്കാനിട്ടാൽ പെട്ടെന്ന് പോകും, അതുപോലെ പെട്ടെന്ന് അപ്രിഷിയേറ്റ് ചെയ്യും. മാർക്കറ്റ് എത്ര സ്ലോ ആണെങ്കിലും ആ പോക്കറ്റ്സ് ഓഫ് നെയ്ബർഹുഡ്സിൽ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നെയ്ബർഹുഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും എന്തുകൊണ്ടാണ് അത്തരം നെയ്ബർഹുഡ്സിൽ ഹൈ ഡിമാൻഡ് ഉണ്ടാകുന്നതെന്നും അത്തരം നെയ്ബർഹുഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആ സീക്രട്ട് ഇത്രയേ ഉള്ളൂ. ആ നെയ്ബർഹുഡ്സിലെല്ലാം ഹൈലി റേറ്റഡ് ആയിട്ടുള്ള സ്കൂൾസ് ഉണ്ട് എന്ന് വെച്ച് റാങ്ക് നമ്പർ 1 ഉള്ള സ്കൂളിന്റെ നെയ്ബർഹുഡിനാണോ ഏറ്റവും ഡിമാൻഡ് എന്നാണ് അതിനർത്ഥം? ഒരിക്കലുമല്ല. പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണിത്. നെയ്ബർഹുഡിന്റെ ഡിമാൻഡ് തീരുമാനിക്കുന്നത് സ്കൂളിന്റെ റേറ്റിംഗ് മാത്രമല്ല, അതിന്റെ അഡ്മിഷൻ പ്രോസസ്സും സ്കൂളിന്റെ ലെവൽ 1 ആണോ 2 ആണോ 3 ആണോ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഒരു നെയ്ബർഹുഡിന്റെ ഡിമാൻഡ് തീരുമാനിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് ചിലപ്പോൾ റാങ്ക് നമ്പർ 3 ഉള്ള സ്കൂളിന്റെ നെയ്ബർഹുഡിനായിരിക്കും റാങ്ക് നമ്പർ 1 ഉള്ള സ്കൂളിന്റെ നെയ്ബർഹുഡിനേക്കാളും മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ ഒരു സ്കൂളിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു നെയ്ബർഹുഡിന്റെ ഡിമാൻഡ് തീരുമാനിക്കുന്നത്, അത് ഭാവിയിൽ എങ്ങനെ മാറാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അതുമാത്രമല്ല, നമ്മൾ ഈ എൻമണ്ടലിലെ ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്കൂളുകളുടെ ലിസ്റ്റ്, അപ്പോൾ അവിടെയുള്ള പ്രോഗ്രാംസ്, അതുപോലെ നിങ്ങളുടെ ആൽബർട്ടയിലേക്ക് അല്ലെങ്കിൽ എൻമണ്ടലിലേക്ക് പുതുതായി വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു വീട് വാങ്ങിക്കുമ്പോൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ മൂവ് ടു എൻമണ്ടൽ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം റിയൽട്ടർ ജിജോ ജോർജ്. നിങ്ങൾ എൻമണ്ടലിൽ ഒരു ഫസ്റ്റ് ടൈം വീട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സഹായകമായ പല വീഡിയോകളും ഞങ്ങളുടെ ചാനലിൽ കാണാൻ സാധിക്കും. അത്തരം വീഡിയോകൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ആദ്യമായി നമുക്ക് ആൽബർട്ടയിലെ സ്കൂൾ സിസ്റ്റത്തെ കുറിച്ച് ഒന്ന് നോക്കാം. ഇനി നിങ്ങൾ ഇതുമായിട്ട് പരിചയമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ടൈം സ്റ്റാമ്പിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാവുന്നതാണ്. ആൽബർട്ടയിലെ സ്കൂൾ സ്റ്റാർട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് ഏജ് 5 ആണ്. അതായത് ഏജ് 5 നിങ്ങൾക്ക് കുട്ടികളെ കിൻഡർ ഗാർഡനിലേക്ക് ചേർക്കാൻ പറ്റും. ഏജ് 6 ആകുമ്പോൾ കുട്ടികൾ ഗ്രേഡ് 1 എത്തും. എന്നാൽ നമുക്കറിയാം ഒണ്ടാരിയോ പോലുള്ള മറ്റു ചില പ്രൊവിൻസുകളിൽ സ്കൂൾ സ്റ്റാർട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് ഏജ് 4 ആണ്. അവിടെ 2 ടൈപ്പിലുള്ള കിൻഡർ ഗാർഡൻ ഉണ്ട്, ജൂനിയർ കിൻഡർ ഗാർഡനും സീനിയർ കിൻഡർ ഗാർഡനും. അപ്പൊ ഏജ് 4 ജൂനിയർ കിൻഡർ ഗാർഡനിലെത്തും, ഏജ് 5 സീനിയർ കിൻഡർ ഗാർഡനിൽ, ഏജ് 6 ആകുമ്പോൾ ഗ്രേഡ് 1. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, ആൽബർട്ടയിലെ കിൻഡർ ഗാർഡൻ ഹാഫ് ഡേ പ്രോഗ്രാം ആണ്. നിങ്ങൾ മറ്റു പ്രൊവിൻസുകളിലൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവിടെയൊക്കെ പലപ്പോഴും ഫുൾ ഡേ പ്രോഗ്രാം ആണ് കിൻഡർ ഗാർഡൻ എന്ന് പറയുന്നത്. എന്നാൽ ആൽബർട്ടയിലെ മിക്കവാറുമുള്ള സ്കൂളുകളിൽ ഹാഫ് ഡേ പ്രോഗ്രാം ആണ്. പക്ഷേ ചില സ്കൂളുകളോ ചിലപ്പോൾ ഫുൾ ഡേ പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ട് ഹാഫ് ഡേ പ്രോഗ്രാം ഉള്ള സ്കൂളുകളിലാണ് നിങ്ങൾ കുട്ടികളെ ചേർക്കുന്നതെങ്കിൽ അതിന് ഹാഫ് ഡേ കഴിഞ്ഞ് കുട്ടികളെ പിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസ് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടി വരും. ചില സ്കൂളുകളിലൊക്കെ ഡേ കെയർ പോലുള്ള സംവിധാനം സ്കൂളിന് ഇൻസൈഡ് തന്നെ ഉണ്ട്. ചില YMC പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ ചില പ്രൈവറ്റുകാരും സ്കൂളിനുള്ളിൽ ഡേ കെയർ നടത്തുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് ഡേ കെയറോ അല്ലെങ്കിൽ പിക്കപ്പിനുള്ള സാഹചര്യം അറേഞ്ച്മെന്റ്സ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ആൽബർട്ടയിലെ സ്കൂളുകൾ ഗ്രേഡ് അനുസരിച്ച് 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 എലിമെന്ററി, 2 ജൂനിയർ ഹൈ, 3 ഹൈസ്കൂൾ അല്ലെങ്കിൽ സെക്കൻഡറി സ്കൂൾ. ഇപ്പോൾ ഗ്രേഡ് 6 വരെയുള്ളത് എലിമെന്ററി സ്കൂൾ, അതിന് K6 എന്നും പറയാറുണ്ട്. 7, 8, 9 ആണ് ജൂനിയർ ഹൈ, 10, 11, 12 ഹൈസ്കൂൾ അല്ലെങ്കിൽ സെക്കൻഡറി സ്കൂൾ. ഇപ്പോൾ പുതിയതായിട്ടുള്ള നെയ്ബർഹുഡിലൊക്കെ സ്കൂളുകൾ വരുന്നത് മിക്കവാറും എലിമെന്ററി ജൂനിയർ ഹൈയും കൂടെ കമ്പൈൻഡ് ആയിട്ട് K9 സ്കൂളുകളാണ് വരുന്നത്. ഇനി നമുക്ക് ആൽബർട്ടയിലെ സ്കൂൾ കാറ്റഗറീസിലേക്ക് നോക്കാം. 1 പബ്ലിക് സ്കൂളുകൾ, 2 കാത്തലിക് സ്കൂള്, 3 സ്പെഷ്യൽ പ്രോഗ്രാം സ്കൂൾസ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഇമേർഷൻ സ്കൂൾസ്, ചാർട്ടർ സ്കൂൾസ്, പ്രൈവറ്റ് സ്കൂൾസ്. ഇവയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ആൽബർട്ട സ്കൂൾസിലുള്ളത്. കൊഗിറ്റോ പ്രോഗ്രാംസ് നമ്മുടെ മലയാളികളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതിന് എൻട്രൻസും പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് അഡ്മിഷൻ കിട്ടാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ചാർട്ടർ പ്രോഗ്രാം സ്കൂളുകളും അല്ല പ്രൈവറ്റ് സ്കൂളുകളും അധികം ആൾക്കാർ ഓപ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നില്ല. ഇനി നമുക്ക് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സ്കൂളുകളുടെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. 1 ഡെസിഗ്നേറ്റഡ് സ്കൂൾ ആൻഡ് കാച്ച്മെന്റ് ഏരിയ. നമുക്കറിയാം കാനഡയിൽ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ ഒരു അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ ഒരു അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ ആ അഡ്രസ്സിലേക്കുള്ള സ്കൂള് ഗവൺമെന്റ് ഒരു അസൈൻ ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്കൂളുകൾക്കാണ് ഡെസിഗ്നേറ്റഡ് സ്കൂൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഹോം അഡ്രസ്സ് ഒരു പബ്ലിക് സ്കൂളിന്റെയോ ഒരു കാത്തലിക് സ്കൂളിന്റെ വെബ്സൈറ്റ് കയറി അടിക്കുകയാണെങ്കിൽ ആ അഡ്രസ്സ് അസൈൻ ചെയ്തിരിക്കുന്ന സ്കൂൾ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനർത്ഥം ആ സ്കൂളിലേക്ക് നിങ്ങളുടെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ളതാണ്. അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്, എന്നാൽ അത് നമ്മൾ പിന്നീട് നമ്മൾ നോക്കും. അപ്പോൾ ഈ സ്കൂളിന് ചുറ്റുമുള്ള നെയ്ബർഹുഡ്സ് ആണ് കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഈ ഏരിയയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഹോം അഡ്രസ് ഉള്ള ആളുകൾക്ക് ഈ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു സ്കൂൾ അസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് ആ ഡെസിഗ്നേറ്റഡ് സ്കൂളിൽ തന്നെ പോകണമെന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റു സ്കൂളിലേക്ക് അപേക്ഷ വെക്കാം. പക്ഷേ ഓർക്കുക, ആ സ്കൂളിനും അതുപോലെ ഒരു കാച്ച്മെന്റ് ഏരിയയും അഡ്മിഷൻ പ്രോസസ്സും ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷം മിച്ചം വേക്കൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ഔട്ട്സൈഡ് ഏരിയ എന്നുള്ളതിൽ അവർ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു ഹോം അഡ്രസ്സിന് അസൈൻ ചെയ്തിരിക്കുന്ന ഡെസിഗ്നേറ്റഡ് സ്കൂൾ ഏതാണെന്നും അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സ്കൂളിന് ഉള്ള ബൗണ്ടറി അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കൽ ഏരിയ ഏതാണെന്നും നമുക്ക് എൽമണ്ടം പബ്ലിക് സ്കൂൾ ബോർഡിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ കാത്തലിക് സ്കൂൾ ബോർഡിന്റെ വെബ്സൈറ്റിലോ പോയി നോക്കിയാൽ കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഇനി അതിനു മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് സ്കൂളിന്റെ ലെവൽസ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എൽമണ്ടം പബ്ലിക് സ്കൂൾ ബോർഡ് സ്കൂളുകളുടെ ഡിമാൻഡ് അനുസരിച്ച് സ്കൂളുകളെ പല ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനവർ പല ഫാക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഏരിയയിലെ പോപ്പുലേഷൻ അല്ലെങ്കിൽ യങ് ഫാമിലീസിന്റെ കണക്ക്, ഓരോ വർഷവും സ്കൂളിലേക്ക് വരുന്ന അഡ്മിഷൻസ് കണക്ക്, അല്ലെങ്കിൽ സ്കൂളിന്റെ കപ്പാസിറ്റി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് സ്കൂൾ ബോർഡ് ഓരോ സ്കൂളിന്റെയും ലെവൽ തീരുമാനിക്കുന്നത്. 3 ലെവലായിട്ടാണ് സ്കൂളുകളെ തിരിച്ചിരിക്കുന്നത്. ലെവൽ 1 എന്ന് പറഞ്ഞാൽ ആ സ്കൂളുകൾക്ക് ഇനിയും കുട്ടികളെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ സ്കൂളിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിലാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഇനി നിങ്ങൾ ക്യാച്ച്മെന്റ് ഏരിയക്ക് പുറത്താണെങ്കിലും നിങ്ങൾ ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് ലെവൽ 1 എന്ന് പറയുന്നത്. ഇനി ലെവൽ 2 സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിന്റെ ഫുൾ കപ്പാസിറ്റിയോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ക്യാച്ച്മെന്റ് ഏരിയയിലുള്ള എല്ലാ സ്കൂൾ കുട്ടികൾക്കാണെങ്കിൽ അവർ അഡ്മിഷൻ കൊടുക്കും. അപ്പോൾ അതിന് പുറത്തുള്ളവർ, ക്യാച്ച്മെന്റ് ഏരിയയുടെ പുറത്തുള്ളവർക്ക് അഡ്മിഷൻസിന് അവർ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇനി ലെവൽ 3 സ്കൂൾസ് എന്ന് പറഞ്ഞാൽ അവർ അതിന്റെ മാക്സിമം കപ്പാസിറ്റിയിലേക്ക് ആയിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ആ സ്കൂളിന് ഹൈ ഡിമാൻഡുള്ള സ്കൂളുകളാണ്. അപ്പോൾ അതിന്റെ അഡ്മിഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു കുട്ടിയുടെ പഠിക്കുന്നതിന്റെ സിബ്ലിംഗ്സ് ആരെങ്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു പ്രോസസ് എന്ന് പറയുന്നത് ലോട്ടറി സിസ്റ്റം ആണ്. ലോട്ടറി സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊക്കെ സ്കൂളുകളാണ് ലോട്ടറി സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത് എൽമണ്ടം പബ്ലിക് സ്കൂൾ ബോർഡിന്റെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇനി മറ്റു ചില സ്കൂളുകളുടെ അഡ്മിഷൻ പ്രോസസ് എന്ന് പറയുന്നത് തികച്ചും ഡിഫറെന്റ് ആണ്. ചില ഹൈസ്കൂൾസ് ആണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. അവർക്ക് ക്യാച്ച്മെന്റ് ഏരിയ ഇല്ല, അവർ ഓപ്പൺ ടു ഓൾ ആണ്. അപ്പോൾ പ്യുവർലി മെറിറ്റ് അടിസ്ഥാനത്തിലാണ് അവർ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് എൽമണ്ടലിൽ എവിടെ താമസിച്ചാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അവർ മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കൊടുക്കും. ബട്ട് അഡ്മിഷൻ ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് ജസ്റ്റ് ബിക്കോസ് യു ലിവ് ഇൻ ദാറ്റ് നെയ്ബർഹുഡ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളൊരു കമ്മ്യൂണിറ്റി ചൂസ് ചെയ്യുമ്പോൾ സ്കൂളിന്റെ റേറ്റിംഗ് മാത്രമല്ല അതിന്റെ അഡ്മിഷൻ പ്രോസസ്സും കൂടെ നോക്കണം. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ക്യാച്ച്മെന്റ് ഏരിയ ഉള്ള ഒരു ഹൈ റേറ്റഡ് സ്കൂളിന്റെ നെയ്ബർഹുഡിൽ വീട് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഏരിയക്ക് ഹെവി ഡിമാൻഡ് ഉണ്ടാവും. കാരണം ആ നെയ്ബർഹുഡിൽ താമസിക്കുന്നവർക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ ഗ്യാരണ്ടീഡ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഓപ്പൺ ടു ഓൾ അഡ്മിഷൻ പോളിസിയുള്ള ഒരു റാങ്ക് 1 ഉള്ള ഒരു സ്കൂളിന്റെ നെയ്ബർഹുഡിനേക്കാളും ക്യാച്ച്മെന്റ് ഏരിയ ഉള്ള ഒരു റാങ്ക് 3 ഉള്ള ഒരു സ്കൂളിന്റെ നെയ്ബർഹുഡാണ്. കാരണം അവിടെ താമസിക്കുകയോ അല്ലെങ്കിൽ റെന്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നത് ഗ്യാരണ്ടീഡ് ആയതുകൊണ്ട് അങ്ങനെയുള്ള കമ്മ്യൂണിറ്റികൾക്ക് ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് സ്കൂളിന്റെ റാങ്കിങ് മാത്രം നോക്കിയാൽ പോരാ, അഡ്മിഷൻ പ്രോസസ്സും കൂടെ നോക്കണം. അതുപോലെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. സ്കൂളിന്റെ റാങ്കും ക്യാച്ച്മെന്റ് ഏരിയയും മാത്രം നോക്കിയാൽ പോരാ, സ്കൂളിന്റെ ലെവൽ ഏതാണെന്ന് കൂടെ നോക്കണം. ഇപ്പൊ നിങ്ങൾ ഹൈ റാങ്കുള്ള ഒരു സ്കൂളിന്റെ നെയ്ബർഹുഡിൽ വീട് വാങ്ങി, പക്ഷേ ലെവൽ 3 ആണ് സ്കൂളെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ആയിട്ട് ചെല്ലുമ്പോൾ അവർക്ക് അഡ്മിഷൻ തരാൻ സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ അടുത്ത നെയ്ബർഹുഡിലെ വേറെ സ്കൂളിലേക്ക് പോകേണ്ടി വരും. നിങ്ങൾ ആ നെയ്ബർഹുഡിലെ സ്കൂൾ നോക്കി വീട് വാങ്ങിച്ചത് വെറുതെ ആവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ കണ്ടു. ഡെസിഗ്നേറ്റഡ് സ്കൂൾ കണ്ടു, ക്യാച്ച്മെന്റ് ഏരിയ കണ്ടു, സ്കൂളിന്റെ ലെവൽസ് കണ്ടു, അതുപോലെ ഡിഫറെന്റ് പ്രോഗ്രാംസ് ഉള്ള സ്കൂൾസ് കണ്ടു. പക്ഷെ ഇതൊക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? അപ്പോൾ അത് ഈസിയാണ്. നമുക്ക് എൽമണ്ടം പബ്ലിക് സ്കൂൾ ബോർഡിന്റെ സൈറ്റിൽ പോകുകയാണെങ്കിൽ അവിടെ ഫൈൻഡ് സ്കൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. അത് വെച്ച് നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ് നമുക്ക് ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. എൽമണ്ടം പബ്ലിക് സ്കൂൾ ബോർഡിന്റെ ഒരു ലിങ്ക് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എൽമണ്ടം പബ്ലിക് സ്കൂൾ ബോർഡിന്റെ ഫൈൻഡ് സ്കൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ നമ്മൾ എത്തും. അവിടെ പല രീതിയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ അഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡെസിഗ്നേറ്റഡ് സ്കൂൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സ്കൂൾ നെയിം കൊടുത്ത് സ്കൂൾ സെർച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആൽബർട്ടയിലെ ടോപ്പ് റേറ്റഡ് സ്കൂളുകളെ കുറിച്ച് നോക്കാം. എന്നാൽ അതിനു മുമ്പ് 2 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒന്ന്, ഹൗ ഈസ് ആൽബർട്ട സ്കൂൾ സിസ്റ്റം കമ്പയർഡ് ടു അതർ പ്രൊവിൻസസ്. രണ്ടാമതായിട്ട് ആൽബർട്ടയുടെ സ്കൂൾ റാങ്കിങ്, ആരാണ് ഈ സ്കൂൾ റാങ്കിങ് നൽകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്കൂളുകൾക്ക് റാങ്കിങ് ലഭിക്കുന്നത്, എന്താണ് അതിന്റെ മാനദണ്ഡം, പിന്നെ മറ്റു പ്രൊവിൻസുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ സ്കൂൾ റാങ്കിങ് സിസ്റ്റം വരുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. സോ ഹൗ ഈസ് ആൽബർട്ടാസ് സ്കൂൾ സിസ്റ്റം കമ്പയർഡ് ടു അതർ പ്രൊവിൻസസ്. മറ്റു പ്രൊവിൻസുകളിൽ നിന്ന് ആൽബർട്ടയിലേക്ക് മൂവ് ചെയ്യുന്ന പല ആളുകളും അവർക്ക് ആൽബർട്ടയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ആൽബർട്ടയിലെ സ്കൂൾ സിസ്റ്റം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അത് മറ്റു പ്രൊവിൻസിലേക്കാളും നല്ലതായിരിക്കും മോശമായിരിക്കും എന്നുള്ളത്. എന്നാൽ ആൽബർട്ടയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഈസ് റാങ്ക്ഡ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി ആൻഡ് ഗ്ലോബലി. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് let me share some facts about the Alberta education system. Alberta public education system ranks 2nd in the world in reading and science and 1st in Canada, and ranks 7th in the world in mathematics and 2nd in Canada. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് നോക്കാം. How is the school rating determined? ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്കൂൾ റാങ്കിങ് സിസ്റ്റം ഒന്നും ഗവൺമെന്റ് ഇടുന്നതോ അല്ലെങ്കിൽ ആൽബർട്ട സ്കൂൾ ബോർഡ്സ് ഇടുന്നതോ അല്ല. നിങ്ങൾ സ്കൂളിന്റെ റാങ്കിങ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല ടൈപ്പ് ഓഫ് റാങ്കിങ്ങുകൾ ലഭിക്കും.
അതിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വാൻകൂവർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റാങ്കിങ് സിസ്റ്റമാണ്. അത് പല ക്രൈറ്റീരിയകൾ ഉപയോഗിച്ചാണ് അവർ ആ റാങ്കിങ് സിസ്റ്റം ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ളത് പ്രൊവിൻഷ്യൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് ഗ്രേഡ് 6 മുതലുള്ള പ്രൊവിൻഷ്യൽ അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ റിസൾട്ട്സിനെ ബേസ് ചെയ്താണ് അവർ 0 to 10 ഒരു റാങ്കിങ് സിസ്റ്റം നിർണ്ണയിക്കുന്നത്. അവരപ്പോൾ എല്ലാ പ്രൊവിൻസിലും എല്ലാ സിറ്റികളിലും ഉള്ള സ്കൂളുകളിൽ ഈ ടെസ്റ്റ് റിസൾട്ട്സിന്റെയും മറ്റു കാര്യങ്ങളുടെയും ബേസിൽ റാങ്കിങ് നിർണ്ണയിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ സിറ്റികളുടെയും അല്ലെങ്കിൽ ഓരോ സ്കൂളിന്റെയും നെയിം കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് കഴിഞ്ഞാൽ റാങ്ക് സിസ്റ്റം അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നാലും എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ പറയാനുള്ളത്, ഈ ഇതുപോലുള്ള റാങ്കിങ്ങുകളൊന്നും നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യില്ല, പ്രത്യേകിച്ച് എലിമെന്ററി സ്കൂൾ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ. നല്ല നല്ല സ്കൂളുകൾ, നല്ല ഡിമാൻഡുള്ള സ്കൂളുകൾ പല കമ്മ്യൂണിറ്റികളും ഉണ്ട്. പക്ഷേ ഫ്രേസർ റാങ്കിങ്ങിൽ അതൊന്നും ഹൈലി എക്സെപ്ഷണൽ ആയിട്ട് കാണിക്കുന്നില്ല. പക്ഷെ അതിന്റെ അർത്ഥം നല്ല സ്കൂളുകൾ അല്ലെന്നല്ല, നല്ല സ്കൂളുകൾ വേറെയും ധാരാളമുണ്ട്. ഹൈസ്കൂളിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ഇത് കുറച്ചുകൂടെയൊക്കെ ശരിയാകാം. എന്നാലും എലിമെന്ററി സ്കൂളിന്റെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടെ ലോക്കൽ റിസർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് മാത്രമല്ല, അല്ലെങ്കിൽ ലോക്കലി ഉള്ള ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ്ഡ് റിയൽറ്ററിന്റെ ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നിങ്ങൾ അഡ്വൈസ് ചെയ്യാൻ സാധിച്ചേക്കും ഏതാണ് ആ ഏരിയയിലെ ബെസ്റ്റ് സ്കൂളോ അല്ലെങ്കിൽ ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള സ്കൂളെന്ന്. നൗ ലെറ്റ്സ് സീ സം ഓഫ് ദ ടോപ്പ് റേറ്റഡ് ഹൈസ്കൂൾസ് ഇൻ എഡ്മണ്ടൺ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എഡ്മണ്ടണിലെ ടോപ്പ് റേറ്റഡ് ഉള്ള ചില ഹൈസ്കൂളുകളാണ്. ഓരോ വർഷത്തെ റാങ്കിങ് അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതിന്റെ റേറ്റിംഗിൽ വ്യത്യാസം വന്നേക്കാം. എന്നാൽ നോർമലി ടോപ്പ് റേറ്റഡ് ആയിട്ട് വരുന്ന പല വർഷങ്ങളിലും വരുന്ന സ്കൂളുകളുടെ ലിസ്റ്റാണിത്. ഇനി ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അനുസരിച്ച് ഇതിനകത്ത് ചില സ്കൂളുകളുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ട റാങ്കിങ്ങിൽ ആദ്യം കിടക്കുന്ന സ്കൂളാണ് ഓൾഡ് സ്കോണ അക്കാഡമി സ്കൂൾ. ഇതൊരു പബ്ലിക് സ്കൂളാണ്, ഹൈസ്കൂളാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഓൾഡ് സ്ട്രാത്ത്കോണ നെയ്ബർഹുഡിലാണ്. ഓൾഡ് സ്ട്രാത്ത്കോണ നെയ്ബർഹുഡ് എന്ന് പറയുന്നത് ഡൗൺ ടൗണിനോട് ചേർന്ന് റിവർ വാലിയോട് ചേർന്ന് കിടക്കുന്ന വളരെ നൈസ് ആയിട്ടുള്ള ഒരു നെയ്ബർഹുഡാണ്. ഈ സ്കൂളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് എഡ്മണ്ടണിലെ മാത്രമല്ല ആൽബർട്ടയിലെ തന്നെ നമ്പർ 1 സ്കൂളുകളിൽ വരുന്ന റാങ്കിങ് വരുന്ന സ്കൂളാണ്. എന്നാൽ ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഒരു എൻട്രൻസ് ടെസ്റ്റ് മുഖേന അഡ്മിഷൻ കൊടുക്കുന്ന ഒരു സ്കൂളാണ്. അതായത് അഡ്മിഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ടു ഓൾ ആണ്. അതായത് ഒരു പ്രത്യേക ക്യാച്ച്മെന്റ് ഏരിയ ഇല്ല. അപ്പോൾ ഇതിന്റെ നെയ്ബർഹുഡിൽ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നെയ്ബർഹുഡിലെ വീട് വാങ്ങിച്ചതിന്റെ പേരിൽ ഒരു അഡ്വാൻറ്റേജും നിങ്ങൾക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി കിട്ടുകയില്ല. അപ്പോൾ പ്യൂർ ആയിട്ട് മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ. പിന്നെ ഒരു ഏക അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൊട്ടടുത്താണ് നെയ്ബർഹുഡിലാണ് വീട് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ കമ്മ്യൂട്ടിങ്ങിന് വളരെ സൗകര്യമായിരിക്കും. ഇനി ആ ലിസ്റ്റിൽ മൂന്നാമത് കിടക്കുന്ന സ്കൂൾ കണ്ടോ, അതാണ് ലില്ലി നോസ്ബോൺ സ്കൂൾ എന്ന് പറയുന്നത്. അതൊരു ഹൈസ്കൂളാണ്, പബ്ലിക് സ്കൂളാണ്. അത് സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ടർവിലർ നെയ്ബർഹുഡിലാണ്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിനൊരു ക്യാച്ച്മെന്റ് ഏരിയ ഉണ്ട്. അപ്പോൾ ആ സ്കൂളിന്റെ ക്യാച്ച്മെന്റ് ഏരിയ പ്രത്യേകിച്ചും അത് സ്ഥിതി ചെയ്യുന്ന സൗത്ത് ടർവിലർ ടൗൺ സെന്ററിന്റെ നെയ്ബർഹുഡിന്റെ ആ ഏരിയയിലാണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ആ സ്കൂളിന്റെ ഡിമാൻഡ് കാരണം ഇപ്പോൾ അത് ഒരു ലെവൽ 3 സ്കൂളാണ്. അതായത് ഈ സ്കൂളിന്റെ ക്യാച്ച്മെന്റ് ഏരിയക്ക് പുറത്താണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യാൻ പോലും സാധിക്കുകയില്ല. പക്ഷേ ഈ സ്കൂളിന്റെ ക്യാച്ച്മെന്റ് ഏരിയക്ക് ഉള്ളിലാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് അവർ ലോട്ടറി സിസ്റ്റം പോലുള്ള ഏതെങ്കിലും പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തേക്കാം. അതല്ലെങ്കിൽ അവർക്ക് ഒരു ഓവർഫ്ലോ സ്കൂള് ഓൾറെഡി തന്നെ ഡിറ്റർമൈൻഡ് ആണ്. അതായത് ഈ സ്കൂളിൽ ഫുൾ ആയാലും ഈ ഓവർഫ്ലോ ആയിട്ടുള്ള കുട്ടികളെ എങ്ങോട്ടാണ് വിടേണ്ടത്. അപ്പോൾ ആ സ്കൂൾ എന്ന് പറയുന്നത് ഈ ലില്ലിയൻ ഓസ്ബോൺ സ്കൂളിന്റെ ഓവർഫ്ലോ സ്കൂൾ എന്ന് പറയുന്നത് സ്ട്രാത്ത്കോണ സ്കൂളാണ്. അപ്പോൾ നമ്മൾ റാങ്കിങ് നോക്കുവാണെങ്കിൽ സ്ട്രാത്ത്കോണ സ്കൂൾ എന്ന് പറയുന്നത് നമ്പർ 4 ആണ്. അതായത് നിങ്ങൾ ഈ സ്കൂളിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിൽ വീടുവാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് നമ്പർ 3 സ്കൂളിൽ അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ റാങ്ക് നമ്പർ 4 ഉള്ള സ്കൂളിൽ അഡ്മിഷൻ കിട്ടും. അതായത് നമ്മൾ ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് നമ്മൾ നോക്കുക, റാങ്ക് നമ്പർ 1 ഉള്ള സ്കൂളിൽ സ്ട്രാത്ത്കോണ നെയ്ബർഹുഡ് ഈസ് വെരി ഫൈൻ, വെരി നൈസ് നെയ്ബർഹുഡ് ആണ്. പക്ഷേ അഡ്മിഷൻ ഈസ് നോട്ട് ഗ്യാരണ്ടീഡ്. അത് ഓപ്പൺ ടു ഓൾ ആയതുകൊണ്ട് അഡ്മിഷൻ ഈസ് നോട്ട് ഗ്യാരണ്ടീഡ്. അതേസമയം റാങ്ക് നമ്പർ 3 ഉള്ള സ്കൂളിൽ നെയ്ബർഹുഡിൽ വീട് വാങ്ങിയാൽ അഡ്മിഷൻ ഈസ് ഗ്യാരണ്ടീഡ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞത്, റാങ്ക് നമ്പർ നിങ്ങളുടെ കുട്ടികൾക്ക് സ്കൂൾ അഡ്മിഷൻ ആണ് മെയിൻ പ്രയോറിറ്റി എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് റാങ്ക് നമ്പർ സ്കൂളുള്ള നെയ്ബർഹുഡിനേക്കാളും റാങ്ക് നമ്പർ 3 ഉള്ള നെയ്ബർഹുഡാണ് കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എഡ്മണ്ടണിലെ ടോപ്പ് റേറ്റഡ് ഉള്ള ചില എലിമെന്ററി സ്കൂളുകൾ ഏതാണെന്ന് നോക്കാം. അതാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നമ്മൾ നേരത്തെ ഹൈസ്കൂളിന് വേണ്ടി പറഞ്ഞ റൂൾസ് ഒക്കെ എലിമെന്ററി സ്കൂളുകൾക്കും ബാധകമാണ്. ഇതിൽ തന്നെ ആദ്യം കാണുന്ന വിൻസർ പാർക്ക് സ്കൂൾ, അതിനൊരു പബ്ലിക് സ്കൂളാണ്. അതൊരു പബ്ലിക് സ്കൂളാണ്, അതിന് ക്യാച്ച്മെന്റ് ഏരിയ ഉണ്ട്. എന്നാൽ താഴെ കാണുന്ന സ്റ്റാർട്ട്ഫോർഡ് സ്കൂൾ എന്ന് പറയുന്നത് അവിടെ കൊജിറ്റോ പ്രോഗ്രാം ആണ്. അത് സിറ്റി വൈഡ് ആണ് അതിന്റെ ക്യാച്ച്മെന്റ് ഏരിയ അല്ലെങ്കിൽ അതിന് അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ കണ്ട ഈ സ്കൂളുകളുടെ ലെവല്, ക്യാച്ച്മെന്റ് ഏരിയ, ഓവർഫ്ലോ സ്കൂളുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ള സമയത്താണ്. ഓരോ വർഷവും ഇതിന് ചേഞ്ച് സംഭവിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ ഇത് നോക്കുമ്പോൾ ആ സമയത്തുള്ള സ്കൂളുകളുടെ ലെവലും ക്യാച്ച്മെന്റ് ഏരിയയും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു നെയ്ബർഹുഡ് ചൂസ് ചെയ്യുന്നതിൽ പലർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനോട് ബന്ധപ്പെട്ടുള്ള സ്കൂൾ ഏതാണെന്നുള്ളത്.
അപ്പോൾ ഓരോ നെയ്ബർഹുഡിന്റെയും ഡെസിഗ്നേറ്റഡ് സ്കൂൾ ഏതാണ്, അതിന്റെ കാച്ച്മെന്റ് ഏരിയ, അതിന്റെ ആ സ്കൂളിന്റെ ലെവല്, അതിന്റെ ഓവർഫ്ലോ സ്കൂൾ ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എറണാകുളം പബ്ലിക് സ്കൂളിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഗൂഗിളിൽ സെർച്ച് എടുക്കാം. സെർച്ചിനകത്ത് എഡ്മണ്ടൺ ഡെസിഗ്നേറ്റഡ് സ്കൂൾ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എഡ്മണ്ടൺ പബ്ലിക് സ്കൂളിന്റെ വെബ്സൈറ്റ് കിട്ടും. അതിന്റെ താഴെ ഡെസിഗ്നേറ്റഡ് സ്കൂൾസ് എന്ന് പറയുന്നുണ്ട്. ഡെസിഗ്നേറ്റഡ് സ്കൂളിന്റെ സെക്ഷനിൽ ഫൈൻഡ് എ സ്കൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫൈൻഡ് എ സ്കൂൾ എന്ന് പറയുന്ന ടൂളിലെത്തും. അതിനകത്ത് നമുക്ക് നോക്കി കാണാം, ആദ്യം സെർച്ച് ബൈ അഡ്രസ്. ആ അഡ്രസ്സിൽ നമ്മൾ ഒരു അഡ്രസ് കൊടുത്തു കഴിയുമ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട ആ അഡ്രസ്സിലേക്ക് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്കൂൾ ഏതാണെന്ന് കാണിക്കും. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ആ അഡ്രസ് കൊടുത്ത അഡ്രസ്സിൽ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്കൂളാണ് ഇപ്പോൾ കാണുന്നത്. അതൊരു ലെവൽ 2 സ്കൂളാണ്. അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ആണ് റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുന്നത്. ഓൺലി റെസിഡന്റ് സ്റ്റുഡൻസ് ക്യാൻ അപ്ലൈ ഫോർ ദാറ്റ് സ്കൂൾ. ഇനി താഴെ ആ സ്കൂളിന്റെ കാച്ച്മെന്റ് ഏരിയ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ അറ്റൻഡൻസ് ഏരിയ മാപ്സ് എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കാച്ച്മെന്റ് ഏരിയ കാണും. അപ്പോൾ ആ കാച്ച്മെന്റ് ഏരിയ കാണുന്ന കാച്ച്മെന്റ് ഏരിയയിൽ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ റെസിഡൻസിന് മാത്രമേ ആ സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന്റെ ബസ് സർവീസ്, സ്കൂളിന്റെ ബസ് സർവീസുകൾ അവൈലബിൾ ആണോ, എന്തൊക്കെ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്, ഇതിലുള്ള കാര്യങ്ങൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും ഈ സൈറ്റിൽ നമുക്ക് ലഭിക്കും. ഇനി ഇത് മാത്രമല്ല പല കാര്യങ്ങളും നമുക്ക് ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് പ്രോഗ്രാം ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ ആ അഡ്രസ്സിന് പകരം ആ പ്രോഗ്രാം നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കൊജിറ്റോ പ്രോഗ്രാം ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും കൊജിറ്റോ പ്രോഗ്രാം സെലക്ട് ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം അവൈലബിൾ ആയിട്ടുള്ള സ്കൂളുകൾ ഏതൊക്കെയാണ് എഡ്മണ്ടണിലുള്ളത് സ്ക്രീനിൽ കാണിക്കും. പിന്നെ അതിനകത്ത് ഓരോ സ്കൂളും ക്ലിക്ക് ചെയ്ത് അതിന്റെ പ്രൊസീജിയേഴ്സ്, അതിന്റെ സ്കൂളിന്റെ പ്രോഗ്രാംസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇനി അതിൽ നിങ്ങൾക്ക് മറ്റ് എന്തെങ്കിലും ഓപ്ഷൻസ്, ഉദാഹരണത്തിന് ലാംഗ്വേജ് ഇമേർഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഫ്രഞ്ച് ഇമേർഷൻ സ്കൂളാണ് കണ്ടുപിടിക്കുമെങ്കിൽ സെർച്ച് ബൈ പ്രോഗ്രാമിനകത്ത് ഫ്രഞ്ച് ഇമേർഷൻ സ്കൂൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫ്രഞ്ച് ഇമേർഷൻ ആയിട്ടുള്ള സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് അവൈലബിൾ ആവും. അതിൽ അവൈലബിൾ ആയിട്ടുള്ള സ്കൂളിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലുകളും അതുപോലെ തന്നെ പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ളതും ലഭിക്കും. ഇനി അതല്ല, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്കൂളാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ അടുത്ത ഓപ്ഷൻ തന്നെ സെർച്ച് ബൈ സ്കൂൾ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കൂൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ലില്ലിയൻ ഓസ്ബോൺ സ്കൂൾ, ഇപ്പോൾ കാണുന്ന ലില്ലിയൻ ഓസ്ബോൺ സ്കൂളിന്റെ ഡീറ്റെയിൽസ് ആണ് വെബ്സൈറ്റിൽ കാണുന്നത്. ഇപ്പോൾ സ്കൂളിന്റെ അഡ്രസ് അവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ്, അതുപോലെ കണ്ടോ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ലെവൽ 3 സ്കൂളാണ് ലില്ലിയൻ ഓസ്ബോൺ സ്കൂൾ. അതിന്റെ ഓവർഫ്ലോ സ്കൂളാണ് അവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത്, സ്റ്റാർട്ട് കോഡ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷം ഇത് ലെവൽ 3 സ്കൂളായിരുന്നു, ഈ വർഷവും ലെവൽ 3 ആണ്. അതുപോലെ ഓവർഫ്ലോ ഡെസിഗ്നേറ്റഡ് സ്കൂളാണ്. റെസിഡന്റ് സം ന്യൂ റെസിഡൻസിന് മാത്രമേ അതിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന്റെ ലോട്ടറി സിസ്റ്റമാണ് അവർ അതിന് യൂസ് ചെയ്യുന്നത്, അതാണ് താഴെ കാണിക്കുന്നത്. അതുപോലെ അതിന്റെ ഓവർഫ്ലോ സ്കൂൾ എന്ന് പറയുന്നത് സ്റ്റാർട്ട് കോണ സ്കൂളാണ്. ഇനി അതിന്റെ കാച്ച്മെന്റ് ഏരിയ നമുക്ക് കിട്ടണമെങ്കിൽ താഴെ കാച്ച്മെന്റ് ഏരിയ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ലില്ലിയൻ ഓസ്ബോൺ സ്കൂളിന്റെ കാച്ച്മെന്റ് ഏരിയ ഏതൊക്കെയാണെന്ന് കാണിക്കും. അങ്ങനെ എഡ്മണ്ടൺ പബ്ലിക് സ്കൂളിന്റെ വെബ്സൈറ്റിൽ ഫൈൻഡ് എ സ്കൂൾ എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം, സ്കൂളുകൾ, അതിനുള്ള ഇൻഫർമേഷൻസ് എല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ വീഡിയോ കണ്ടത്? ആൽബർട്ടയിലെ സ്കൂൾ സിസ്റ്റത്തെ കുറിച്ച് കണ്ടു, ഡിഫറെന്റ് സ്കൂൾ ടൈപ്പുകൾ കണ്ടു, സ്കൂൾ ലെവൽസ്, സ്കൂൾ പ്രോഗ്രാംസ്, ഓവർഫ്ലോ സ്കൂളുകൾ, ഡെസിഗ്നേറ്റഡ് സ്കൂളുകൾ, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ റിസഷൻ പ്രൂഫ് ആയിട്ടുള്ള ഒരു നെയ്ബർഹുഡ് ചൂസ് ചെയ്യാനായിട്ട് സ്കൂളുകൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഈ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ നെയ്ബർഹുഡ് സെലക്ഷൻ മാത്രമല്ല, ഒരു ഹോം ബൈങ്ങിന് നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.